കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഡൽഹിയിൽ രാവിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ഇന്നലെ കൂടിക്കാഴ്ച ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം ന്യൂസ് 18 ഒരു അഭിമുഖം നൽകി. അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു അരക്ഷിതാവസ്ഥയുമില്ല, മുസ്ലിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കാന്തപുരം ചെയ്തത്. മറ്റൊന്ന്, നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രകീർത്തിച്ചു. റോഡ് വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മോദി സർക്കാർ കേരളത്തിൽ എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം അന്തർദേശീയ തലത്തിൽ നടക്കുന്ന നിരവധി സമാധാന ശ്രമങ്ങളിൽ നരേന്ദ്രമോദിയുടെ പങ്കാളിത്തത്തെയും ശ്ലാഘിച്ചു അദ്ദേഹം. അതിലൊക്കെ അഭിനന്ദനം അറിയിച്ചു. ഒപ്പം റംസാൻ സന്ദേശവും നൽകിയാണ് കാന്തപുരം മടങ്ങിയത്. കാന്തപുരത്തിൻ്റെ മോദി പ്രശംസ വലിയ ചർച്ചയായ പശ്ചാത്തലം കൂടിയുണ്ട്. അതിനെ എതിർത്തും അനുകൂലിച്ചും നിരവധി ആളുകൾ രംഗത്ത് വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഒരു ഐക്യം, സമസ്തയുടെ ഒരു ഐക്യവുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അവിടെ ഇത്തരം പ്രസ്താവനകളിൽ തൽക്കാലം പ്രതികരിക്കില്ല എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കിയത്. ഇന്നലെ കാന്തപുരം ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യമൊന്ന് കേൾക്കാം. मुफ्ती साहब, मैं जानना चाहूँगा, बांग्लादेश में जो चल रहा है, क्या उससे भारत के मुसलमान को कोई इफेक्ट होगा, या वहाँ जो इस्लाम या जो बातचीत अभी चल रही है और जो भारत में प्रैक्टिस होता है उसमें बहुत डिफरेंस है? बांग्लादेश के बारे में मेरे पता नहीं है, लेकिन हर दुनिया में अमन व अमान होना चाहिए। इसीलिए जो करना चाहते वो करेगा। अमेरिका जब ईरान वो भी खत्म कर रहा है, वो झगड़ा नहीं होना। और इंसानियत को कीमत बढ़ा के ये सब उसके नीचे रखना। CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. അനുമോദ്, ഇതിപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം മോദിയെ കാണുന്നു. നമുക്കറിയാം, നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് ചർച്ചയായ ഒരു കൂടിക്കാഴ്ചയാണ്. വിവിധ തലത്തിൽ മുസ്ലിങ്ങളടക്കം മുസ്ലിം സമുദായമൊക്കെ വലിയ പീഡനം അനുഭവിക്കുന്നുവെന്നും BJP സർക്കാർ ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ അടിച്ചമർത്തുമെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയരുമ്പോഴാണ് കാന്തപുരത്തെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തെ കാണുകയും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയുകയും ചെയ്തത്. അത് വലിയ ചർച്ചയായിട്ടുണ്ട്. താനും നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്തരമൊരു കൂടിക്കാഴ്ചയിലേക്ക് നയിച്ച പശ്ചാത്തലം, ഇങ്ങനെ മോദിയെ പ്രശംസിക്കാൻ ഇടയാക്കിയ പശ്ചാത്തലം. രഞ്ജിത്ത്, ഏറ്റവും പ്രധാനമായിട്ട് ഇതാദ്യമായിട്ടല്ല കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാ പ്രധാനമന്ത്രിമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിയായിട്ട് മുൻപ് സൂഫി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ കൂടിക്കാഴ്ചയുടെ പ്രസക്തി രണ്ട് തരത്തിലാണ്. ഒന്ന്, AP അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം പറയുന്നത് പോലെ അവർ നടത്തിയ കേരള യാത്രയിൽ സ്വരൂപിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത്തരത്തിൽ അവരുടേതായിട്ടുള്ള ചില നിവേദനങ്ങളും ഒക്കെ പ്രധാനമന്ത്രിക്ക് മുൻപാകെ സമർപ്പിക്കും. നേരത്തെ അത് മുഖ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിക്ക് മുൻപാകെയും അത്തരത്തിൽ അവരുടെ അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കുക. അത് സമുദായത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാണ് പറയുന്നത്. എപ്പോഴും ഭരിക്കുന്നവരുമായി അടുത്ത് നിൽക്കുന്ന ഒരു നിലപാടാണ്, അല്ലെങ്കിൽ ഭരിക്കുന്നവരോട് എതിർപ്പ് കാണിക്കാതെ സമുദായത്തിൻ്റെ അവകാശങ്ങളും സമുദായത്തിന് നേടിയെടുക്കേണ്ടതായ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് എപ്പോഴും നടത്തുന്നത് എന്നാണ് കാന്തപുരം വിഭാഗം പറയാറുള്ളത്. സ്വാഭാവികമായിട്ടും ഈ കൂടിക്കാഴ്ചയും അത്തരത്തിൽ തന്നെ വേണം കാണുവാൻ. സമുദായത്തിന് വേണ്ടിയുള്ള സമുദായത്തിൻ്റെ നേട്ടങ്ങൾക്കായി അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഭരിക്കുന്നവരുമായി അടുത്ത് നിൽക്കാനുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ കൂടിക്കാഴ്ച. പക്ഷേ ഇതിന് മറ്റൊരു രാഷ്ട്രീയം കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഓരോ തവണയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾ അത് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുന്നത് ഇവരുടെ പല തീരുമാനങ്ങളുമാണ്. അപ്പോൾ മുൻപൊക്കെ നടത്താറുള്ളത് പോലെ പരോക്ഷമായിട്ടുള്ളെങ്കിലും ഈ ഒരു BJPക്ക് എതിരാകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയാനുള്ള ഒരു കാര്യമാണ്. അതാണ് രാഷ്ട്രീയമായിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് നമുക്കറിയാം അനുമോദ്, ഇതിനോട് മറ്റ് മുസ്ലിം സംഘടനകൾ ഈ പ്രസ്താവനയോട് യോജിക്കുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം
തിരിച്ചു വരാം. ശ്രീ കെ പി റഹ്മത്തുള്ള നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കെ പി റഹ്മത്തുള്ള, രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് യാതൊരു അരക്ഷിതാവസ്ഥയുമില്ല, അവരൊക്കെ വളരെ സേഫായി ആണ് രാജ്യത്ത് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം സമസ്തയുമായി ബന്ധപ്പെട്ട് ഒരു ഐക്യത്തിൻ്റെയൊക്കെ കാഹളം മുഴങ്ങുകയും ചർച്ചകൾ ആരംഭിച്ചു എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇതിനൊക്കെ മുൻകൈ എടുക്കുന്ന ഒരാളെന്ന നിലയിൽ കാന്തപുരത്തിൻ്റെ ഈ പ്രസ്താവന വരുന്നത്. ഇത് എല്ലാ മുസ്ലിം സംഘടനകളുടെയും നിലപാടിനോട് ഒരു വൈരുദ്ധ്യമുള്ള ഒരു പ്രസ്താവന കൂടിയല്ലേ? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു മതസംഘടനയുടെ നേതാവാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ രാഷ്ട്രീയ സംഘടനയുടെയോ നേതാവല്ല. ആ നിലയിൽ തന്നെയാണ് അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. അദ്ദേഹം കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും ഭരിക്കുന്നവരിൽ നിന്ന് സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവരുമായി നേരിട്ട് ചർച്ച നടത്തുകയും സമുദായവും സംഘടനയും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി പരിഹാരം തേടുന്ന രീതിയാണ് AP അബൂബക്കർ മുസ്ലിയാർ ഇത്രയും കാലം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഗുജറാത്തിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും UP-യിലാണെങ്കിലും ഒക്കെ നേരിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയുടെ നേതാവ് കൂടിയാണ് AP അബൂബക്കർ മുസ്ലിയാർ. ആ നിലയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയുമായും ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെടുകയും നേരിട്ട് അവരുടെ ആവശ്യങ്ങൾ അവരോട് ചോദിക്കുകയും അതൊക്കെ നേടിയെടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അസാമാന്യമായ മെയ്വഴക്കം കാണിക്കുന്ന ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം. അതിനും പുറമെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ നേതാവ് എന്നതിലപ്പുറം ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി പദവി കൂടി അലങ്കരിക്കുന്ന ഒരു മാന്യദേഹമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം സമൂഹത്തിന്റെ അഭിപ്രായം നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയെയും മറ്റ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലുള്ളവരെയും ഒക്കെ ധരിപ്പിക്കാൻ നിരന്തരം സന്ദർശനങ്ങൾ നടത്താറുണ്ട്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി വന്ന് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഇല്ല എന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. ഒന്നുകിൽ അദ്ദേഹം ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ കാണുന്നില്ല എന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും BJP ഗവൺമെന്റും നരേന്ദ്രമോദി സർക്കാരിന്റെയും പല നിലപാടുകളോടും പല നീക്കങ്ങളോടും വളരെയേറെ ആശങ്കയും പ്രതിഷേധവുമുണ്ട് എന്നത് സത്യമാണ്. പൗരത്വ രജിസ്റ്റർ ആണെങ്കിലും മറ്റ് നിയമപരത്തിൽ പാർലമെന്റിൽ പാസാക്കുന്ന മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലുമാണെങ്കിലുമൊക്കെ മറ്റ് മുസ്ലിം സംഘടനകൾക്ക് വളരെ ശക്തമായ വിയോജിപ്പുള്ള ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരരക്ഷിതാവസ്ഥയും ഈ കേന്ദ്ര ഭരിക്കുന്ന ഗവൺമെന്റിലില്ല എന്ന് അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. ജയിലുകളിൽ, നിയമങ്ങളിൽ, അതുപോലെ ബുൾഡോസർ രാജ് എന്ന് തുടങ്ങി മുസ്ലിം സമൂഹം കടുത്ത പ്രതിസന്ധിയിലാണ് ഇന്ത്യയിൽ എന്നത് തന്നെയാണ് സത്യം. അത് മറ്റൊരർത്ഥത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാതെയാണോ AP അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന ആശങ്ക മുസ്ലിം സംഘടനകൾക്കും ഇവിടെ കാര്യങ്ങളെ കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കുമൊക്കെ ഉണ്ട് എന്നതാണ് സത്യം. നേരത്തെ പറഞ്ഞ ശ്രീ റഹ്മത്തുള്ള, ഇവിടെ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു ഐക്യത്തിന്റെ ചില ചർച്ചകൾ അതിന്റെ ഒരു പ്രാരംഭഘട്ടമൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ സമസ്തയുടെ ചില നേതാക്കന്മാരെയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഒരു ഐക്യത്തിന്റെ ഒരു